റീഡിംഗ് ലിറ്ററേച്ചർ 2-ൻ്റെ റിവൈസ്ഡ് സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയുന്നത്. റീഡിംഗ് ലിറ്ററേച്ചർ 2 FI UGPയിലെ സെം 2ലെ പേപ്പറാണ്. റീഡിംഗ് ലിറ്ററേച്ചർ 1-ൻ്റെ കണ്ടിന്യൂവേഷൻ പോലെയാണ് റീഡിംഗ് ലിറ്ററേച്ചർ 2, ബട്ട് ഡിഫറെൻറ്റ് ലെസൺസ് ഒക്കെയാണ്. ഓക്കെ, AEC കോഴ്സാണ്, നിങ്ങൾക്കറിയാം. സെമസ്റ്റർ 2ലെ പേപ്പറാണിത്. എഗെയിൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 അതായത് 2 തിയറിയും 2 പ്രാക്ടിക്കലും. ഓക്കെ, അപ്പോൾ 2 പ്രാക്ടിക്കൽ എന്നുള്ളതിന് നമ്മൾ ഒറ്റ ഇതിലാണ് എടുക്കുന്നത്. 2 പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണമായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷണൽ സ്കിൽസ്, അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയും നമ്മൾ ലിറ്ററേച്ചറിനെ കുറിച്ച് ലിറ്റററി വർക്ക്സ് പഠിക്കുന്നതിന് വഴി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. റിട്ടൺ ആൻഡ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതുപോലെ തന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പേപ്പറാണ്. ആൻഡ് അതുപോലെ തന്നെ കണ്ടംപററി ഒരു ലേണേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലേണേഴ്സിന് ഒരു അവെയർനെസ് കൊടുക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഇതുപോലെ തന്നെ 5 മൊഡ്യൂളുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമസ് ഹീനിയുടെ ബ്ലാക്ക്ബെറി പിക്കിംഗ് ആണ്. ദെൻ അനദർ വൺ എന്ന് പറയുന്നത് മുൾക്ക് രാജ് ആനന്ദിൻ്റെ പെയർ ഓഫ് മെസ്റ്റാഷ്യൂസ്. സജസ്റ്റർ റീഡിങ് കൊടുത്തിട്ടുണ്ട്. സജസ്റ്റർ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് മേ ബി നോ ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഫ്രം ദിസ് സെക്ഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ സജസ്റ്റർ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കം കാണും. ഓക്കെ, അതായത് നിങ്ങളെക്കൊണ്ടുള്ള അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടുള്ള സെമിനാർസ് ഒക്കെ പിന്നെന്താണ് ഈ ഒരു സജസ്റ്റർ റീഡിങ്ങിൽ നിന്ന് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വീണ്ടും പ്രാക്ടിക്കം അതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന ലിറ്റററി വർക്ക്സിൽ നിന്ന് പുതിയ ന്യൂ വേർഡ്സ് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള ലെസൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും പ്രാക്ടിക്കത്തിനകത്ത് മൊഡ്യൂൾ 1 കൊടുത്തിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൽമാൻ റുഷ്ദിയുടെ ഒരു വർക്കുണ്ട് പഠിക്കാൻ. അതുപോലെ തന്നെ കേറ്റ് ചോപ്പിൻ്റെ ഒരു വർക്കും കൂടിയുണ്ട് പഠിക്കാൻ. അതിനകത്തും 2 സജസ്റ്റഡ് റീഡിങ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് വരുന്ന പ്രാക്ടിക്കം എന്ന് പറയുന്നതും പുതിയ വേർഡ്സ് നമ്മൾ പഠിക്കുക. ദെൻ അനദർ സ്റ്റോറി, നമ്മൾ വേറൊരു റൈറ്ററിൻ്റെ സ്റ്റോറി നമ്മൾ വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു സമ്മറി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്, ഡിസ്കസ് ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെ ഷോർട്ട് ബയോഗ്രഫീസ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതാണ് ഈ ഒരു പ്രാക്ടിക്കത്തിനകത്ത് ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രാക്ടിക്കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് സ്പീച്ച് പോലെ, അതായത് സുന്ദർ സെറിക്കയുടെ ഒരു പിന്നെ വർക്ക് കൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക്, HG വെൽസിൻ്റെ വർക്ക് കൊണ്ട് പഠിക്കാനായിട്ട്. ദെൻ അഗെയിൻ സജസ്റ്റഡ് റീഡിങ് 2 വർക്ക്സ് ഉണ്ട്. ഇതിനകത്ത് വരുന്നതും പുതിയ വാക്കുകൾ പഠിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുക. അതായത് സയൻസ് ഫിക്ഷൻ, മേജർ റൈറ്റേഴ്സ് ഓഫ് സയൻസ് ഫിക്ഷനെ കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. അതുപോലെ തന്നെ HG വെൽസിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ ഒരു പ്ലോട്ട് സമ്മറി ക്ലാസ്സിൽ പറയുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേ ഓഫ് ദ നെക്സ്റ്റ് 4th മൊഡ്യൂളാണ്. 4th മൊഡ്യൂളും ഇതുപോലെ തന്നെ ജോർജ് ഓർവെലിൻ്റെ ഒരു വർക്കുണ്ട്, നിസം എസിക്കലിൻ്റെ ഒരു വർക്കുണ്ട്. ദെൻ അഗെയിൻ 2 സജസ്റ്റഡ് റീഡിംഗ് വർക്ക്സ് ഉണ്ട്. പ്രാക്ടിക്കം ഇതിനകത്തും പുതിയ വാക്കുകൾ പഠിക്കുക. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രാക്ടിക്കത്തിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, നമുക്ക് പഠിക്കാനുള്ള നിസം എസിക്കലിൻ്റെ പോയത്തിനെ കുറിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിനകത്തൊരു തീം വരുന്നത് പേട്രിയോട്ടിസമാണ്. പേട്രിയോട്ടിസത്തിനെ കുറിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ദ പേട്രിയോട്ട് എന്നുള്ള ഈ ഒരു പോയത്തിനകത്തുനിന്ന് പിന്നെന്താ പറയുക, ഇന്ത്യൻ ഇംഗ്ലീഷ് സ്പീച്ചിനകത്ത് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എഗെയിൻ ലാസ്റ്റ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് വീണ്ടും 2 ഇത് കൊടുത്തിട്ടുണ്ട്, 4 എണ്ണം കൊടുത്തു. അതായത് ഫുൾ സജസ്റ്റഡ് റീഡിംഗ് ആണ്. അതായത് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫോർ യുവർ എക്സാംസ്, ഇറ്റ് വിൽ ബി ഫോർ യുവർ പ്രാക്ടിക്കൽ എക്സാംസ് അല്ലെങ്കിൽ പ്രാക്ടിക്കം ആക്ടിവിറ്റീസിന് വേണ്ടിയായിരിക്കും മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. സജസ്റ്റഡ് റീഡിംഗ് മാത്രമേ ഉള്ളൂ മൊഡ്യൂൾ 5-നകത്ത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു റിവൈസ്ഡ് സിലബസ് ആണ് കേട്ടോ. റീഡിംഗ് ലിറ്ററേച്ചർ 2 നേരത്തെ വേറെ കുറേ പോർഷൻസും കൂടി ഉണ്ടായിരുന്നു, തിയറി പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾക്ക് ലിറ്ററേച്ചറിനാണ് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. സോ മൊഡ്യൂൾ 5 എഗെയിൻ നിങ്ങളുടെ പ്രാക്ടിക്കത്തിന് വേണ്ടിയും അസൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിസ്കഷന് വേണ്ടിയും സെമിനാർസിന് വേണ്ടിയും ഒക്കെ ഉള്ളതായിരിക്കും. ദെൻ ഇതിനകത്ത് വരുന്ന പ്രാക്ടിക്കം എന്ന് പറയുന്നതും എന്താണ്, ഈ ബേസ്ഡ് ഓൺ ദീ സ്റ്റോറീസിനെ വെച്ചിട്ട് സൂപ്പർസ്റ്റിഷനെ കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ ബയോഗ്രഫിക്കൽ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ
നമുക്ക് ഇനി ഇതിനകത്ത് അറിയണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ഔട്ട്കം എന്തൊക്കെയാണെന്ന്, അതായത് എങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നൊക്കെ ചോദിക്കാം എന്നുള്ളതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഏത് പേപ്പർ പഠിച്ചാലും അതിൻ്റെ കോഴ്സ് ഔട്ട്കം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ കോഴ്സ് ഔട്ട്കം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ വഴി നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുവാണ്. ആളുകളെക്കുറിച്ചും ആ റൈറ്റേഴ്സിനെ കുറിച്ചും ലിറ്റററി വർക്ക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുവാണ്. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനകത്തും നമുക്ക് അപ്ലൈ ലെവലിലും ഒക്കെ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 and 2 നിന്നുമൊക്കെ നമുക്ക് കോഴ്സ് 2 നിന്നുമൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ചോദിക്കാം. ദെൻ നിങ്ങളിപ്പോൾ സ്പീച്ചാണ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റീഡിംഗ് ലിറ്ററേച്ചറിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തുമായിരുന്നു, മറ്റേ സ്പീച്ച് ഒരു പാരാഗ്രാഫ് എഴുതാൻ ചോദിച്ചിരുന്നു, സ്പീച്ചൊക്കെ എഴുതാൻ ചോദിച്ചിരുന്നു അല്ലേ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത്, അതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തും പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അനലൈസിൻ്റെയും ഇവാലുവേറ്റിൻ്റെയും ക്രിയേറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഔട്ട്കത്തിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ, റിമെമ്പർ ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഫസ്റ്റ് എന്താ പറയുക, ആ 4 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം റിമെമ്പർ ലെവലിലുള്ളതാണ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ പോലെ വരും. അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ഇതൊക്കെ ഏകദേശം ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അപ്ലൈ ആണെന്നുണ്ടെങ്കിലും അനലൈസ് ആണെന്നുണ്ടെങ്കിലും ഇവാലുവേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ പഠിക്കാനുള്ള ലെസൺസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ക്രിയേറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ലെസൺസ് പ്ലസ് വേറെ എന്തെങ്കിലും നമ്മളെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതാനും ചോദിക്കാം. നേരത്തെ സ്പീച്ചും മറ്റേ ഇത് ചോദിച്ചതുപോലെ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് പോലെ അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, സ്പീച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പീച്ചിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റ് അറിഞ്ഞിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നമുക്ക് കുറേ സ്പീച്ച് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, ബാരക് ഒബാമയുടെയൊക്കെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ലെസൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതായത് റൈറ്റേഴ്സിനെ കുറിച്ചെന്ന് പറയുമ്പോൾ ഏത് വർക്ക് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ റീഡിംഗ് ലിറ്ററേച്ചറിൽ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മദേഴ്സ് ഡേ എന്നുള്ള ഇത് പ്ലേ എഴുതിയത് ആരാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അത് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ തീംസ് അല്ലെങ്കിൽ മെസ്സേജസ്, നമുക്ക് പഠിക്കാനുള്ള വർക്കിനകത്തുള്ള തീം, മെസ്സേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനെ തന്നെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാണാം, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കാണും. പിന്നെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് സ്വയം എഴുതിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസും കാണും. അപ്പോൾ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു റീഡിംഗ് ലിറ്ററേച്ചർ 2 നമ്മൾ സമീപിക്കാൻ, അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ,